എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മൂവിയെ, ഒരു സിനിമയെ പറ്റി എനിക്ക് വളരെ ആ സിനിമ കണ്ടപ്പോൾ വളരെ സ്പെഷ്യലായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ എന്ന് വിചാരിച്ചത്. ഐ ആം ഷുവർ നിങ്ങളിൽ പല പേരും ഈ സിനിമയെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലവർ ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് തന്നെ ആർക്കും, ഒരു ഭൂരിപക്ഷം മലയാളികൾക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ചിലരെങ്കിലും ഇതൊക്കെ കാണാൻ സാധ്യതയുണ്ട്, കാണേണ്ടതായിട്ടുണ്ടായിരിക്കും. അങ്ങനെ കണ്ട ചിലർ എന്നോട് പറഞ്ഞപ്പോൾ അവരുടെ കുറച്ച് റിവ്യൂസൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ തന്നെ ഈ സിനിമ കണ്ടത്. ഞാൻ പല OTT-യിലൊക്കെ നമ്മൾ പല സിനിമകളും നമ്മളിങ്ങനെ കാണുമ്പോൾ പലതും സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. അതായത് കൂടുതലും ടൈം വേസ്റ്റ് ആവുന്ന കുറേ മലയാളം സിനിമകൾ ഇറങ്ങാറുണ്ട്. പിന്നെ കുറച്ചൊക്കെ പ്രോമിനൻറ്റ് സ്റ്റാർസോ അല്ലെങ്കിൽ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സോ ക്രൂവോ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സിനിമ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അതാണ് നമ്മളെ മലയാളികളായിട്ടുള്ള പ്രേക്ഷകർ ഒരുവിധം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനും അടക്കം അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അതിൽ വലിയ മാന്യമാണെന്ന് ഞാൻ പറയുന്നില്ല. എനിവേ, സോ ഈ ഒരു സിനിമ, ഇതിനെപ്പറ്റി ഈ ഒരു സിനിമയുടെ പോസ്റ്ററും ഇതൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ മുമ്പൊരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ശരിക്കും ഇത് ഇഗ്നോർ ചെയ്തു. ബിക്കോസ് ഐ ഫെൽറ്റ് വെരി ബോറിങ് വാച്ചിങ്. ഇറ്റ് വാസ് കൈൻഡ് ഓഫ്, എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ശോകം എന്ന് പറയില്ലേ, അങ്ങനെയായിട്ടാണ് എനിക്ക് ആ ട്രെയിലറും അതിൻ്റെ പോസ്റ്ററും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇറങ്ങിയ സമയത്തൊക്കെ 2024 ഇറങ്ങിയ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് OTT-യിൽ വന്നു. അപ്പോഴൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തു. പിന്നെ അടുത്തപ്പോഴോ വേറെ ഏതോ മൂവീസ് കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അതിനിടയിൽ ഈ ഇതിൻ്റെ ഒരു റിവ്യൂ, ഒരു പ്രത്യേക റിവ്യൂ എന്ന് പറഞ്ഞാൽ, അതുപോലെ ഒരാൾ കണ്ടിട്ട് ജെന്യുവിനായിട്ടുള്ളൊരു അഭിപ്രായം ഇട്ടിട്ട് അതിൻ്റെ റിവ്യൂ കണ്ടിട്ട് അപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റിയൊരു എന്നൊന്ന് കണ്ടു കളയാം എന്നെനിക്ക് തോന്നിയത് കേട്ടോ. നമ്മളെല്ലാം പറയുമ്പോൾ സത്യം പറയണല്ലോ, അല്ലാതെ നമ്മൾ വെറുതെ പൂളടിച്ചിട്ട് കാര്യമില്ല. സോ ഈ സിനിമ ഞാനിത് കണ്ടു തുടങ്ങിയപ്പോൾ ആക്ച്വലി ഐ ഫെൽറ്റ് വെരി ബോറിങ്. സത്യം അതേപോലെ തന്നെ നമ്മൾ പറയാം. ഈ സിനിമ പേര് തണുപ്പ്. അപ്പോൾ ഈ തണുപ്പ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മളെ മനസ്സിൽ വരുന്നൊരു തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അവിടെ എന്തൊക്കെയോ, അല്ലെങ്കിൽ ഒരു ഹൊറർ മൂഡോ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു റൊമാൻറ്റിക് സംഭവം, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി സെക്ഷുവൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ആയിരിക്കും തണുപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെയുള്ള നമ്മളെ മനസ്സിലാദ്യം വരും. സോ ആൻഡ് ദിസ് ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ് സോർട്ട്. സോറി, എനിക്ക് കോൾഡ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ തണുപ്പ്. അപ്പോൾ ആ ഒരു തണുപ്പിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷേ നമ്മളത് കണ്ടു തുടങ്ങുമ്പോൾ ആകെ കൂടി ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഒരു കപ്പിൾസ്, വളരെ യങ് ആയിട്ടുള്ള കപ്പിൾസ്, പ്രോബ്ലി ഇൻ ദർ early 30s ഓർ late 20s, അവർ ഒരു കുഗ്രാമത്തിലേക്ക് വരുന്നു. അവരോട് വന്നിട്ട് ഒരു ചെറിയൊരു ലോഡ്ജ് മുറി പോലത്തെ വളരെ ഒരു വൃത്തികെട്ട ഒരു സെറ്റപ്പിൽ ഒരു റൂം എടുക്കുന്നു. ആ കപ്പിളിലെ സ്ത്രീയെ കാണുമ്പോൾ ഭയങ്കര ഒരു വീക്കായിട്ട്, ഭയങ്കര ഒരു എന്താ പറയുക, ശോകമായിട്ടൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ എന്തോ ഒരു അസുഖമൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും അവരെ പെട്ടെന്ന് കാണുമ്പോൾ. എന്നാലും ഒരു വളരെ വീക്കായിട്ട് തോന്നും. മെയിൽ കുറച്ചുകൂടി ഒരു ഇതുണ്ട്. എന്നാലും ആളൊരു പാവമാണ്, ഒരു പാവത്താനാണെന്നുള്ള ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വലിയ താടിയൊക്കെ വെച്ച്, എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇവരോട് വരുന്നു, ആ ഗ്രാമത്തിൽ വരുന്നു. ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരാളവിടെ ഉണ്ട്. ഇവർ നേരത്തെ വരുമ്പോൾ തന്നെ അയാളോട് പറഞ്ഞു വെച്ചിട്ടാണ് നിങ്ങളെ വരുന്നത്. അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ അത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആളെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഈ പയ്യൻ, പുള്ളി ഒരു പെയിൻ്ററാണ്. എന്ന് പറഞ്ഞാൽ ചുവരെടുത്ത്, പോസ്റ്റർ എടുത്ത്, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി അതിന് പോകുന്നു. ഫീമെയിൽ കഥാപാത്രം വീടിനുള്ളിൽ തന്നെ ഫുൾ ടൈം ഒരു ഭയങ്കര മൂടിയാണ്, ഒരു ഇംഗ്ലീഷ് പാട്ടും കേട്ടിങ്ങനെ ഇരിപ്പാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പയ്യൻ നാട്ടുകാരോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നത്, ഇവിടെ പുഴയുണ്ടോ അടുത്ത്, ഈ അടുത്ത് എവിടെയെങ്കിലും പുഴയുണ്ടോ? അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ എന്താണ് ഈ പയ്യനെ തന്നെ പുഴയെ അന്വേഷിച്ച് നടക്കുന്നത് എന്നൊരു ഡൗട്ട്, നമുക്ക് ഒരു ഫീലിംഗ്. അപ്പോൾ നമ്മളെ ചിന്തകൾ പല രീതിയിൽ പോവും. ഇനി ഈവൻ വല്ല തീവ്രവാദികളോ നക്സലൈറ്റ്സോ അങ്ങനെ പുഴയിൽ വല്ല വേഷം കലക്കാനൊക്കെ വന്ന ടീമാണോ, അല്ലെങ്കിൽ വല്ല ആക്ടിവിസ്റ്റ് ആണോ,
അല്ല പുഴ പ്രൊട്ടക്ട് ചെയ്യാൻ വന്ന അല്ലെങ്കിൽ വല്ല ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന പോലീസ് ഓഫീസേഴ്സോ വല്ലതും ആണോ അതിൽ പുഴയിലും എല്ലാവരും മുക്കിക്കൊന്നിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ പല ചിന്തകളും നമ്മളെ മനസ്സിലൂടെ പോകും. നമ്മളെ ഒരു മൈൻഡ് എങ്ങനെയാണല്ലോ. അങ്ങനെ ഈ കഥ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സ്ലോ പേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പേസ്. അതിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഇല്ല. ഈവൻ നടക്കുന്നതും എടുക്കുന്നതും ഒക്കെ വരെ സ്ലോ ആണ്. അത് ഒരു ആർട്ട് ഫിലിം കാണുന്ന പോലെ, പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ചൊരു ബെറ്റർ പേസ് എന്ന് പറയാം. അപ്പോൾ ഇത് സംഭവം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം ഇതിൽ ഇത് കാണണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കഥയെ പറ്റി മൊത്തം പറയുന്നത്. ബിക്കോസ് ഇത് പറഞ്ഞ് നിങ്ങളോട് അറിയിച്ചാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് വിട്ടുകളയും. ഇനിയിപ്പോൾ അത് കാണണ്ടല്ലോ വെച്ചിട്ട്. പക്ഷേ ഈ ഒരു സിനിമ നിങ്ങൾ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇതിലൊരു വലിയൊരു സോഷ്യൽ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു സംഭവം ഇതിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ തുറന്നു പറയാം. ഇതിലങ്ങോട്ട് ഈ സിനിമ കാണണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിലുള്ളൊരു സീക്രട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ടതെങ്കിൽ ഇനി നിങ്ങൾ മുന്നോട്ട് ഈ വീഡിയോ കാണണ്ട. പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമയെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കും, നല്ല ഒരു അഭിപ്രായം പറയും എന്നുള്ള ഒരു ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് ഈ സിനിമ കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സീക്രട്ട് അറിയണമെങ്കിൽ മുന്നോട്ട് കാണുക. ഞാൻ പറയുന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. മുന്നോട്ട് ഞാൻ സിനിമയുടെ മൊത്തം കഥ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഈ 2 കപ്പിൾസ് വരുന്നു ഗ്രാമത്തിൽ. അവരൊരു പുഴ അന്വേഷിച്ച് വരുന്നു. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ എന്തിനാണ് ഇവർ പുഴ അന്വേഷിക്കുന്നത് നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ ഒരു ദിവസം രാത്രി എനിട്ടിട്ട് അപ്പോൾ അതിനിടയിൽ അതിനു മുമ്പ് ഈ മെയിൽ ക്യാരക്ടർ ഒരു പുഴ കണ്ടെത്തുന്നുണ്ട് അടുത്തുള്ളത്. പുള്ളി അവിടെ പോയിട്ട് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് കുറച്ച് കിടക്കാനും വിശ്രമിക്കാനും ഉള്ള ഒരു സ്ഥലം പോലെ ഒരു സ്ഥലം കണ്ടുവെച്ച്, ആരും പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥലം കണ്ടുവെച്ച് കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് ഒരു സ്ഥലം നല്ലൊരു മെത്ത പോലെയൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉദ്ദേശം കിട്ടിയല്ലോ, ഇത് മറ്റേ പണിക്കന്നെയാണെന്നുള്ള ഒരു. അപ്പോൾ ചിലരുണ്ടല്ലോ പുഴക്കല പോയിട്ട് കാര്യം സാധിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പിനാണ് നമ്മൾ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഇവർ എല്ലാവരും ഉറങ്ങിയ സമയത്ത് നോക്കി ഈ കപ്പിൾസ് ഈ പുഴയുടെ അവിടേക്ക് പോകുന്നു. അങ്ങനെ ഈ പുഴയിൽ അവിടെ എത്തുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി പുഴയിൽ കുറേ നേരം മുങ്ങിക്കെടുക്കുന്നു വെള്ളത്തിൽ. നല്ല തണുത്ത വെള്ളത്തിലാട്ടോ. ഇത് മലയുടെ മുകളിൽ കൊണ്ട് ഒലിച്ചു വരുന്ന വെള്ളമാണ്, നല്ല ഒഴുക്കുള്ള പുഴയാണ്. അവിടെ മുങ്ങിക്കെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ കരയിൽ പോയിട്ട് ആ മെത്ത പോലെ വിരിച്ചിട്ട എന്താ പറയുക ഉണങ്ങിയ ഇലകൾ കൊണ്ട് വിരിച്ചുണ്ടാക്കിയ ആ മെത്തയിൽ കിടന്നിട്ട് ഇവർ എന്താ പറയുക ഒരു ഇൻറ്റിമേറ്റ് സീൻസിൽ സംഭവത്തിൽ ഏർപ്പെടുന്നു. ഞാനത് പച്ചയ്ക്കൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ആരൊക്കെയാണ് ഇത് കാണുന്നത്, ചിലപ്പോൾ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ. സോ അവർ ഒരു ഇൻറ്റിമേറ്റ് ഇതിൽ ഏർപ്പെടുന്നു. തിരിച്ച് ഒരു വീട്ടിൽ ചെല്ലുന്നു. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരു ദിവസം ഇവർ ഇതേ സംഭവത്തിന് വേണ്ടി പോണ വഴിക്ക് ഒരു സംഘം ആൾക്കാർ അവിടെ ബസ്സിലൊക്കെ തമ്പടിച്ച് വെള്ളടിച്ചൊക്കെ എടുക്കുന്ന കുറേ ഈ നാട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ രാത്രി കാലത്ത് ചീട്ട കളിച്ച് കിടന്നിട്ട് ഉറങ്ങുന്നത്. അവരിലൊരാൾ കാണാനിടയാവുന്നു. അങ്ങനെ അയാൾ അപ്പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. അങ്ങനെ ഇവരെ ഫോളോ ചെയ്തിട്ട് പോകുന്നു. അവർ വീഡിയോ എടുക്കുന്നു, ഇവരെ പിടിക്കുന്നു. അങ്ങനെ സദാചാര പോലീസ് സമഞ്ഞ് ഇവരെ രണ്ടുപേരും പിടിച്ച് ആകെ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്നതുപോലെ അതിനുശേഷം ഇവർ തല്ലി അവശരാക്കുന്നു. ഇവർ അവരെ താമസിക്കുന്ന സ്ഥലത്തെത്തുന്നു. അതുപോലെ ഇവരെ വീഡിയോസൊക്കെ ക്ലിയർ ഒന്നുമല്ല, ഇവരെ മുഖമൊന്നും കാണാം, എന്നാലും അത്യാവശ്യം വീഡിയോസൊക്കെ സ്പ്രെഡ് ആവുന്നു. പിന്നെ ഇതേപോലെ അടുത്ത ദിവസം ഇവർ ആ പുഴയെ ചാടി ഇവർ ആത്മഹത്യ ചെയ്യുന്നു. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ ആത്മഹത്യ ചെയ്യുന്നത് ലാസ്റ്റിലാണ്. എന്നാലും ബേസിക്കലി ഇവരെ മരണത്തോടെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പുറകിലുണ്ടായിരുന്ന കഥ. അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഈ രാത്രി പുഴയിൽ പോയി മുങ്ങിക്കുളിച്ച് അതിൻ്റെ അരികിൽ കിടന്ന് ഈ ഇൻറ്റിമേറ്റ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നെന്നുള്ള അതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ഇവർ മരിച്ചതോടുകൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പ്രേക്ഷകർക്കും ഈ അവിടുത്തെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സ്വന്തക്കാർക്കും എല്ലാം. സോ അതാണ് ഈ ഒരു
സിനിമയുടെ ഒരു ഉള്ളടക്കം. അപ്പം ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവുന്നില്ല. ഇവർ ഒളിച്ചോടി കല്യാണം കഴിച്ചു, അവർ സ്നേഹിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ചപ്പോൾ കുടുംബങ്ങളൊന്നും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നില്ല. അങ്ങനെ ഇവർ ഒളിച്ചോടി തമിഴ്നാട്ടിൽ എവിടെ എത്തുന്നു, ചൂടും പിന്നെ പ്രോപ്പർ പണിയൊന്നും കിട്ടുന്നില്ല, പിന്നെ ഫുൾ ടെൻഷനാണ് ലൈഫിൽ മൊത്തം. അപ്പം അങ്ങനെ കൊല്ലങ്ങൾ കടന്നു പോകുന്നു. ഇവർ പ്രയത്നിക്കുന്നുണ്ട് കൊച്ചുങ്ങളുണ്ടാക്കാൻ. അപ്പോൾ ഈ മെയിൽ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, പുള്ളി പറയുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൊച്ചുങ്ങളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഫാമിലികളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യായിരിക്കും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക എന്നൊക്കെ പുള്ളി അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവരും പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്, ഉള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇവർ ട്രീറ്റ്മെൻറ്റൊക്കെ പോയി കഴിഞ്ഞ ശേഷം ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം ഇവർ മനസ്സിലാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാനുള്ള ഹെൽത്ത് ഇല്ല അവർക്ക് ഈ പറഞ്ഞ പോലെ ബോഡി ഹീറ്റ്, അങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസ്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും 2 പേർക്കും ഉണ്ട്. അതിൽ ഒരാളുടെ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല, 2 പേർക്കും പ്രശ്നങ്ങളുണ്ട്. സോ എൻഡ് ഓഫ് ദ ഡേ ഇവർ ഒരു ഈ നാട്ടുവൈദ്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരാളുടെ അടുത്ത് വയനാട് അവിടെയുള്ളൊരു വൈദ്യൻ്റെ അടുത്ത് എത്തിപ്പെടുകയാണ്. പുള്ളി ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം പുള്ളി പറയുന്നത് അങ്ങനെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ ഒരു സംഭവങ്ങളിലൊക്കെ അതിനുള്ളൊരു പരിഹാരം ഉണ്ട്, പക്ഷെ അത് കുറച്ച് എക്സ്ട്രീം മെഷറാണ്. പുള്ളി പറയുന്നത് പറഞ്ഞാൽ നിങ്ങളൊരു ചൂടുള്ള ഗോളത്തിനുള്ളിലാണ് നിങ്ങൾ ലൈഫ്. അപ്പോൾ അതൊന്ന് തണുപ്പിക്കണം. യു നീഡ് ടു ഫൈൻഡ് എ പ്രോപ്പർ എൻവയറമെൻറ്റ് ടു റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ, അതൊരു ജന്മം അതിനുണ്ടാവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എൻവയറമെൻറ്റ് വേണം. അതിന് നിങ്ങളുടെ മനസ്സ് അതിലേക്കുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പെടാൻ അതിനുള്ളൊരു സർക്കംസ്റ്റാൻസും എൻവയറമെൻ്റ് ഒക്കെ ഉണ്ടാവണം. അതിന് ഏറ്റവും ബെസ്റ്റ് നേച്ചറാണ്. സോ പുള്ളി പറഞ്ഞു കൊടുക്കുന്നൊരു മാർഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒഴുക്കുള്ളൊരു പുഴയിൽ രാത്രി ഈ പറഞ്ഞ ടൈമിൽ പോയിട്ട്, അത് ഏത് ടൈമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ 12 മണിക്കോ അങ്ങനെയൊക്കെയാണുള്ള ചില യാമങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ പോയിട്ട് ഈ പുഴയിൽ മുങ്ങിക്കിടക്കണം. കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് നമ്മളെ ശരീരവും മനസ്സും എല്ലാം തണുപ്പിച്ചതിന് ശേഷം ഉടനെ പോയി ഈ നമ്മൾ ഇൻറ്റിമേറ്റ് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം എന്നാണ് ഈ വൈദ്യൻ പറഞ്ഞു കൊടുക്കുക. അത് വളരെ സയൻറ്റിഫിക് ഒക്കെ ആയുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞു കൊടുക്കുന്നത്. മീൻസ് ഒരു തട്ടിപ്പോ ഉടായിപ്പോ അങ്ങനെയുള്ള രീതിയിലല്ല, പുള്ളി അത് വളരെ കാര്യമായിട്ടാണ്. അപ്പോൾ ഇവരും ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അവരത് ചെയ്യാൻ തയ്യാറാവുന്നു. അതിനുവേണ്ടി അവർ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ വരുന്നത്, അത്ര ആൾവാസമൊന്നുമില്ല, പകുതിയും കാടും ഇതൊക്കെയാണ്. അവിടെ പുഴകളും നദികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ സെറ്റപ്പൊക്കെ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ നാട്ടുകാരൊന്നും പെട്ടെന്ന് അങ്ങനെ ആ വഴിക്കൊന്നും വരില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പാവങ്ങൾ അവിടെ ചെന്ന് പെടുന്നതും അവസാനം ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതും. എൻഡ് ഓഫ് ദ ഡേ ഇവരും മരിച്ച് ഇവരെ ശവം നദിയിൽ അവിടുത്തെ ഡാമിൽ പൊന്തി, അടുത്ത് എവിടെയോ പൊന്തി, അതിന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ ഇവരെ കളിയാക്കിയ ആൾക്കാരും നാട്ടുകാരെല്ലാം അറിയുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. എൻഡ് ഓഫ് ദ ഡേ അവൾ മരിക്കുമ്പോൾ. അതാണ് ഈ കഥയുടെ അവസാനം. സത്യത്തിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ എന്താ അറിയാമോ, ഒന്നും പറയാൻ പറ്റാത്ത മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി. മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാലേ, ഐ വാസ് ഷോക്ക്ഡ്. മൈ ഗോഡ്, ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി, ഒരു കൊച്ചുണ്ടാകാൻ വേണ്ടി ആൾക്കാർ എന്തൊക്കെയോ കഷ്ടപ്പാട് സഹിക്കുന്നല്ലേ ഈ ലോകത്ത്. എന്തോ ദൈവത്തിന് നമുക്കൊക്കെ ഒരു കുറവില്ലാതെ കൊച്ചുങ്ങളുണ്ടായി. പക്ഷേ അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത്. എത്രത്തോളം മാരകമായ ചികിത്സയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്, എത്രത്തോളം തട്ടിപ്പുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ എത്ര വേദനകൾ തിന്നുന്ന ആൾക്കാരുണ്ട്. അത് എത്രയൊക്കെ ചെയ്തിട്ടും കൊച്ചുങ്ങളുണ്ടാവാതെ എത്ര ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ആകെ വല്ലതായിപ്പോയി കണ്ടു കഴിഞ്ഞപ്പോൾ. നോർമലി ഈ സിനിമകൾ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാന്ന് പറയില്ലേ, ഓ മൈ ഗോഡ്, ഇതാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെയാണ് ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക നമ്മളങ്ങനെ. അത്രയ്ക്കും ഒരു റിയാലിറ്റിയാണ്. ഒരു പച്ചയ്ക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വലിയ താരങ്ങളോ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് അവർ കാണിച്ചത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ദ ഡയറക്ടർ, അത് സ്ക്രിപ്റ്റ് എഴുതിയ ആൾ. ഇവരൊന്നും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഇവരെ പേരുകളൊക്കെ. ഇനിയിപ്പം മറ്റുള്ളവരെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇവരെ പേരുകളൊക്കെ കേൾക്കണം. ഈ ആക്ടേഴ്സ് ആയാലും
അതിൽ ആ കൂടി ഒരു കുട്ടിക്കൽ ജയചന്ദ്രനോ ഇപ്പോൾ ഇവിടുത്തെ ഒരു പോസ്കോ കേസിലൊക്കെ വിട്ട ഒരാളുണ്ടല്ലോ, അയാൾ മാത്രമേ എനിക്കൊരു പരിചയമുള്ള മുഖയിലുള്ളൂ. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളോ അങ്ങനെ നമ്മളറിയാത്ത ആൾക്കാരൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല സംഭവം. ആ സിനിമയുടെ കഥ, അതിൻ്റെ ആ ഒരു സ്റ്റോറി തന്നെയാണ് അതിൻ്റെ ഒരു ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. അത് ശരിക്കും നിങ്ങളത് കാണണം. ഞാനിപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞല്ലോ, ബട്ട് എന്നാലും നിങ്ങളത് കാണണം. ആ സംഭവം ഇത് ശരിക്കും നല്ലൊരു ഭയങ്കര അടിപൊളി ഒരു സിനിമയൊക്കെ എടുക്കാമായിരുന്നു ശരിക്കും. നല്ലൊരു ക്രൂവിനൊക്കെ കിട്ടി നല്ലൊരു ആക്ടറിനൊക്കെ ഇതിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഭയങ്കര ഒരു അടിപൊളി മൂവി ആയിട്ട് ഉണ്ടാക്കുന്നത്. മലയാളത്തിലൊരു അറിയപ്പെടുന്നൊരു മൂവി ആയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ആ സ്ക്രിപ്റ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കണം അവനധികം ആൾക്കാർ അതിൽ അഭിനയിക്കാൻ സാധ്യത കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ എനിവേ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. അത് എഫേർട്ട് എടുത്തതിനും അത് ചെയ്തതിനും നിങ്ങൾക്ക് എൻ്റെ ഭാഗം ഒരു സല്യൂട്ട്. അത്രയും നല്ലൊരു സോഷ്യൽ മെസ്സേജ് അതിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവമാണ്. അത് എന്നെ ഭയങ്കരമായിട്ടത് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയത് കണ്ടപ്പോൾ. അത്ര പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി പേഴ്സണലി. ചിലവർക്ക് എല്ലാവർക്കും അത് അങ്ങനെയാണെന്നല്ല, എനിക്ക് ചില ഫിലിംസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആവും. അത് നമ്മളെയും കൂടി ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ നമുക്കതൊരു എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലായത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. അത്രേ ഉള്ളൂ. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. എന്തൊക്കെ പറഞ്ഞാലും അത് കുറേ പാളിച്ചകളും താങ്ങിയുമായൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ സെൻസിബിൾ മൂവി, വളരെ സിമ്പിളായിട്ട് എടുത്ത് നല്ലൊരു മൂവി ഉണ്ടാക്കി. അതാണ് വെരി ഗുഡ്. ഇങ്ങനത്തെ മൂവീസ് വരണം ശരിക്കും. ഇത് തിയേറ്ററിലൊന്നും ഓടില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു OTT വന്നിട്ടത് ഓടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അറ്റ്ലീസ്റ്റ് ഇനി എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ആൾക്കാരത് കാണട്ടെ OTT വെച്ചിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരാം. ബൈ ബൈ.